ആം ആദ്മി സർക്കാരിന്റെ മഹിളാ സമ്മാൻ യോജന പദ്ധതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വൈഭവ് സക്സേന അന്വേഷണം നടത്താൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് നൽകിയ പരാതിയിലാണ് നടപടി. നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, എന്താണ് സന്ദീപ് ദീക്ഷിത്തിന്റെ പരാതി? കൂടുതൽ വിവരങ്ങൾ. ഇതിലേക്ക് ഉടൻ തന്നെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. ആം ആദ്മി സർക്കാരിന്റെ മഹിളാ സമ്മാൻ യോജന പദ്ധതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചു ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വൈഭവ് സക്സേന അന്വേഷണം നടത്താൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, വിവരങ്ങൾ. വിവിധ ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് അതുവഴി തെരഞ്ഞെടുപ്പ് തുടർഭരണം തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന എന്ന പദ്ധതി വഴി പ്രതിമാസം 2100 രൂപ ഡൽഹിയിലെ മഹിളകൾക്ക് നൽകുമെന്ന ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നടത്തിയത്. അതിനുശേഷം വനിതകളുടെ അടക്കം രജിസ്ട്രേഷൻ നടപടികളുടെ ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോവുകയായിരുന്നു. ഈ നടപടിക്കെതിരെയാണ് പിന്നീട് ഡൽഹിയിൽ ശിശുക്ഷേമ വകുപ്പ് രംഗത്ത് വന്നിരുന്നു. ഇല്ലാത്ത പദ്ധതിയുടെ പേരിൽ രജിസ്ട്രേഷൻ നടത്തി വിവരങ്ങൾ ശേഖരിക്കുന്നു എന്ന ഒരു വിവരമാണ് അല്ലെങ്കിൽ അത്തരമൊരു നിലപാടാണ് ഡൽഹി ശിശുക്ഷേമ വകുപ്പ് സ്വീകരിച്ചത്. ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡൽഹി ചീഫ് സെക്രട്ടറിയോടാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ചീഫ് സെക്രട്ടറിയുടെ ഈ ഒരു അന്വേഷണവും റിപ്പോർട്ടും ഈ ഒരു പദ്ധതിയുടെ തുടർ നീക്കം സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്നുകൊണ്ട് ഒരു വലിയ രാഷ്ട്രീയ പോരിലേക്കാണ് ആം ആദ്മി പാർട്ടിയും BJP-യും കോൺഗ്രസും തുറന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ ഫെബ്രുവരിയിൽ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുകയാണ്. അതേസമയം തന്നെ ഇതിനുശേഷം ഈ ഒരു സന്ദീപ് ദീക്ഷിത്തിന്റെ പരാതി തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണം വന്നിരുന്നു. അതിൽ BJP-ക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ ജനങ്ങളുടെ ഒരു ജനജീവിതം മെച്ചപ്പെടുന്ന നിലയിലേക്ക് പോകുന്ന പദ്ധതികൾക്കെതിരെയാണ് BJP-യുടെ നിലപാടെന്ന വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രവിത.